ശരിക്കും ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ട്രൂപ്പ് കലാഭവനാണോ അത് അതിനു മുമ്പ് വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ ട്രൂപ്പ് ട്രൂപ്പായിട്ട് കലാഭവനാണ്. ഈ കലാജീവിതത്തിലേക്ക് വരാനുള്ള തുടക്കം എങ്ങനെയായിരുന്നു? അതൊരു വലിയ തുടക്കമാണ്. ഞാൻ എൻ്റെ ഉമ്മയുടെ വീട് ആ. എറണാകുളത്ത് നോർത്തിലാണ്. അപ്പൊ ഈ കലാഭവന്റെ വഴി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കും എപ്പോഴേലൊക്കെ ഇവിടെ കയറാൻ പറ്റുമോ, ആ. ആഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് ഈ പരിപാടി അല്ല, അതൊക്കെ അപ്പോഴൊക്കെ പാട്ടിനോടാണ് താല്പര്യം ഉണ്ടായിരുന്നത്. ഓണത്തിന്റെ ആ ഒരു സമയത്ത് തലേ ദിവസം ഉമ്മയുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ ഞാൻ ഒരു വൺ മാൻ ഷോ ചെയ്തു. തൊട്ട് ചേർന്നുള്ള മതിലിനപ്പുറത്താണ് KS പ്രസാദേട്ടൻ താമസിക്കുന്നത്. അദ്ദേഹം ഇത് കണ്ടു. അപ്പോൾ തൃശ്ശൂരുള്ള സലീം എന്ന് പറഞ്ഞ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് പ്രസാദേട്ടനെ ഇവിടെ ഉണ്ട് പരിചയപ്പെടും. എനിക്ക് ആരും അറിയില്ല, ഒന്നിനെക്കുറിച്ച് പ്രസാദേട്ടനെ കുറിച്ചും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ചെന്ന് പരിചയപ്പെടുന്നു. അതിന് തൊട്ടടുത്ത ദിവസം കലാഭവനിൽ മിമിക്രി കളിക്കുന്ന 3 പേര് വരുന്നില്ല. അവർ വേറെന്തോ ഷോ കിട്ടിയപ്പോൾ പോയി. അങ്ങനെ വന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യാണ്. എൻ്റെ ഫസ്റ്റ് ഷോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ് കലാഭവനിൽ. സാധാരണ കലാഭവനിൽ വരുമ്പോഴത്തേക്കും ഇന്റർവ്യൂസും അങ്ങനെ ഉണ്ടാവുന്ന കേട്ടു. അല്ല, അതിനുള്ള സമയമില്ല, അതിനുള്ള ഒരു സമയം കിട്ടിയില്ല. അത് മാത്രമല്ല, ഒരാൾ കണ്ടിട്ടുണ്ട്, അത് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഷോ ഒരു പ്രോഗ്രാം അല്ല, എൻ്റെ പ്രോഗ്രാം കണ്ടു തലേ ദിവസം KS പ്രസാദ്. പുള്ളിയുടെ കോൺഫിഡൻസ് ആണ്. പറഞ്ഞു പക്കയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെ കണ്ടപ്പോൾ തന്നെ ഈ പാലുകൂടി മാറാത്ത കൊച്ചിനെ കൊണ്ടാണോ പ്രസാദ് പരിപാടിക്ക് വന്നിരിക്കുന്നത്? അങ്ങനെ അന്ന് ഒരു 20 വയസ്സ് ഒക്കെ. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്, ദുരന്തമാണ്, പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം പൂച്ചയ്ക്ക് ദേഷ്യം വന്നപ്പോഴുള്ള മുടിയും വല്ലാത്തൊരു രൂപത്തിലാണ്. പക്ഷേ ദൈവം താഴെ വന്ന് ഇറങ്ങി അനുഗ്രഹിക്കുക. നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ്, ചില വഴികൾ എന്ന് പറയില്ലേ, അന്നത്തെ ഷോ അതുപോലെ എനിക്ക് തൃപ്തി തന്നിട്ടുള്ള വേദി വേറെ ഉണ്ടാവണമെന്ന് അറിയാൻ പറ്റില്ല. ഓ, അടിപൊളി.